ഇവൻ നിന്റെ കൂടെ +2 പഠിച്ചതല്ലേ? ഇവൻ പ്രയാതത്തിനെ കൊഴിപ്പിക്കോ? എന്റെ അമ്മയോ മന്ത്രവാദി നല്ല ഇലക്ട്രീഷ്യനാ. അവൻ കണ്ടറിഞ്ഞൂടെ? അയ്യേ എന്തായേ +2 കഴിഞ്ഞപ്പോ അവന്റെ വീട്ടുകാരി ഉന്തി നള്ളി 4-5 വർഷത്തെ കോഴ്സ് എടുപ്പിച്ചില്ലേ? അതാണ് അവൻ രക്ഷപ്പെട്ടു. ഇതുകൊണ്ടൊക്കെ എന്ത് ശമ്പളം കിട്ടാനാ? ശമ്പളമല്ലമ്മേ, ലാഭം. ഇനി പ്രകാശിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ. വിക്ടറി ITI ഷൊർണൂർ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ അപകീർത്തിപ്പെടുത്തുന്നതായി സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ്. പരാതിയുമായി CPIM. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മരണാനന്തര ചടങ്ങുകളുടെ പോസ്റ്റുകൾക്ക് താഴെ അപകീർത്തിപ്പെടുത്തുന്നതായ പരാമർശം CPIM പരാതി നൽകി. കലാമണ്ഡലം സുരേഷ് എന്ന അക്കൌണ്ടിൽ നിന്നുമാണ് സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുന്നതായ കമന്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെയാണ് CPIM പരാതി നൽകിയിട്ടുള്ളത്. CPMന്റെ സമുന്നത നേതാവായിട്ടുള്ള സഖാവ് VS അച്യുതാനന്ദൻ നമ്മെ വിട്ടുപിരിഞ്ഞത് മിനിയാന്ന് വൈകിട്ട് 3:30 മണിക്കാണ്. സഖാവിൻ്റെ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് ധാരാളം പത്രങ്ങളിലും ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് യാദൃശ്യമായിട്ട് ഒരു ഫേസ്ബുക്ക് പേജിലോ വാട്സപ്പ് പേജിലോ മറ്റോ കാണാൻ വേണ്ടി കഴിഞ്ഞത് അദ്ദേഹത്തെ നാറി എന്ന സംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു എന്താ പറയുക കമൻ്റാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ നാറി എന്നൊക്കെ വിശേഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും മരിച്ചുപോയ അദ്ദേഹത്തോട് ചെയ്യപ്പെടുന്ന വലിയ തോതിലുള്ള ഒരു അനാദരവായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ബുധനാഴ്ച ഉച്ചയോടുകൂടി ചേലക്കര പോലീസ് സ്റ്റേഷനിലെത്തി തോട്ടേക്കോട് ബ്രാഞ്ച് സെക്രട്ടറി PS അജയനാണ് പരാതി നൽകിയത്. മോശമായി കമന്റിട്ട വ്യക്തിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് CPIM ആവശ്യപ്പെടുന്നത്. CPMന്റെ സമുന്നത നേതാവും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള സഖാവ് VSന്റെ വിലാപയാത്ര കടന്നു പോകുമ്പോൾ സഖാവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾക്ക് താഴെയായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പദപ്രയോഗം സുരേഷ് കലാമണ്ഡലം എന്ന് പറയുന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. മുഴുവൻ ആളുകളും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി സ്നേഹിക്കുകയും നെഞ്ചേറ്റുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് സഖാവ് VS. ആ സഖാവിൻ്റെ മരണത്തിന് ശേഷവും ഇത്തരത്തിൽ ഒരാളും പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു ഈ പദപ്രയോഗമാണ് സഖാവിനെ കുറിച്ച് ഈ പറയുന്ന വ്യക്തി നടത്തിയിട്ടുള്ളത്. അത് ഇവിടെ നേരത്തെ നന്നായിട്ട് സൂചിപ്പിച്ച പോലെ മൃതദേഹത്തോടുള്ള അനാദരവ് എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ നേതൃത്വം പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ പാലിക്കാതിരിക്കുകയും സോഷ്യൽ മീഡിയയെ ഇത്തരത്തിൽ ഈ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതിൻ്റെയും ഒരു തെളിവായിട്ടാണ് ഈ സംഭവം ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അതിനെതിരെ വളരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ മറ്റ് വർഗവചന സംഘടനകളും അതിനുശേഷം മുമ്പൊക്കെയായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പറയുന്നത്. അപ്പോൾ വളരെ കർശനമായ ഈ നടപടി ഉണ്ടാവണം. ഇത്തരത്തിൽ ഉള്ള ഈ VSനെ പോലെ ഒരാൾക്കെതിരെ ഇങ്ങനെ ഈ പറഞ്ഞാൽ നാളെ ആർക്കെതിരെയും എന്തും പറയാം എന്നുള്ള തരത്തിലേക്ക് നമ്മുടെ ഈ നാട് മാറിപ്പോകും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പരാതി കൊടുക്കാൻ ഈ പാർട്ടി തയ്യാറായിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത് ഒരു വ്യക്തിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അല്ല ഇതിൻ്റെ പുറകിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി പോലീസ് ഈ അന്വേഷിച്ച് കണ്ടെത്തുകയും അത് ഈ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇത് പരാതി കൊടുത്തിട്ടുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ഈ ആളുകളെയും വേദനിപ്പിച്ച ഒരു സംഭവമാണ് VSനെതിരെയുള്ള ഇത്തരത്തിലുള്ള പരാമർശം. അതുകൊണ്ട് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ പാർട്ടി ഈ പരാതിയുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് CCV.